എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ. അപ്പോൾ ഇന്ന് ചെറിയൊരു മേക്ക് ഓവർ വീഡിയോ ആണേ. അപ്പോൾ ഞാൻ കുറച്ച് വൈറ്റ് പോട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് കയ്യിലിരിപ്പുണ്ടായിരുന്നു നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഇപ്പം ഞാൻ ഇതേ കുഞ്ഞു പോട്ടൊക്കെ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് ഈ പോട്ടുകളൊക്കെ വെച്ചിട്ട് ഇന്ന് നമ്മുടെ സ്റ്റെയർ ഏരിയ ഒന്ന് മേക്ക് ഓവർ ചെയ്യാം. സ്റ്റെയർ ഏരിയ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കാം. കുറേ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഈ സ്റ്റെയർ ഏരിയ നല്ലൊരു മേക്ക് ഓവർ നടത്തണം എന്നുള്ളത്. ഞാൻ മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതത്ര സക്സസ് ആയിട്ടില്ല. കാരണം നമ്മുടെ അടുത്തുള്ള ചെടികളും പിന്നെ ഈ വൈറ്റ് പോട്ട് വാങ്ങിച്ചിട്ട് അധികം വാങ്ങിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്ന് എല്ലാ വൈറ്റ് പോട്ടുകളൊക്കെ എടുത്തിട്ട് എൻ്റെ ആഗ്രഹം അങ്ങ് നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം ഇതേ ചെറുതും വലുതും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഹൗസ് വാമിൻ്റെ സമയത്ത് മേടിച്ച് ഇപ്പം നമ്മൾ മേടിച്ച്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കയ്യിലെ ചെടികളൊക്കെ എന്തായി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പരിപാടി ചെയ്യുന്ന ദിവസം ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളിന് ശേഷം ഒന്ന് ചെറിയൊരു മഴയൊക്കെ കിട്ടിയ ദിവസമായിരുന്നു. അതുകൊണ്ട് ചെടികളുടെ മുകളിൽ അഴുക്കൊക്കെ പോയി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മോനും കൂടെ ഹെൽപ്പിന് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ എനിക്ക് ചെടിയൊക്കെ എടുത്തിട്ട് സിറ്റ് ഔട്ടിൽ എടുത്ത് കൊണ്ടുപോയി വെച്ചേരുവാണ്. അപ്പം നമുക്ക് മണി പ്ലാന്റ് ഉണ്ട്, കലാത്തയുണ്ട്, അല്ലാത്ത അഗ്ലോണിമയുണ്ട്, പിന്നെ ഈ ഒരു പാമില്ലേ, ചെറിയ മിനിയേച്ചർ പാമ്പ്, അങ്ങനെയുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അധികവും കാശ് കൊടുത്ത് വാങ്ങിച്ചൊന്നും അല്ല കേട്ടോ, എവിടെ നിന്നും കിട്ടുമ്പോഴൊക്കെ നട്ട് നനച്ചെടുത്തേക്കുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇൻഡോർ പോട്ടുകൾ അകത്തൊക്കെ ഇങ്ങനെ വെക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഫസ്റ്റ് ടൈമാണ് വെക്കുന്നുവെങ്കിൽ ഞാൻ കുറച്ച് ടിപ്പും കൂടെ പറഞ്ഞുതരാം കേട്ടോ ഇതിൻ്റെ കൂടെയായിട്ട്. അപ്പം നമ്മൾ ഇൻഡോർ പോട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ടാന്ന് അപ്പോഴേ തന്നെ നമ്മൾ അകത്തോട്ട് എടുത്ത് വെക്കരുത്. നമ്മൾ ആദ്യം നമ്മൾ ആ പ്ലാന്റ് മുഴുവനായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. കാരണം എന്തെങ്കിലും പ്രാണികളുണ്ടാവും, പിന്നെ നമ്മുടെ ഒച്ചൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഒച്ചിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. പിന്നെ ഇതുപോലത്തെ ഉണങ്ങിയ ഇലകളും കരിയിലകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയൊരു തേരട്ടയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തായാലും നമ്മുടെ ഈ ചെടിച്ചട്ടിയിൽ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക, നമ്മൾ എന്തായാലും അകത്തെടുത്ത് വെക്കുകയാണല്ലോ, കുട്ടികളുടെ വീടൊക്കെ ആണെങ്കിൽ അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്നും നമ്മൾ ചെടിച്ചട്ടിയൊക്കെ നല്ലതുപോലെ ഒന്ന് നോക്കുക. അപ്പോൾ ഞാനിത് കുറച്ച് നാളായിട്ട് പുറത്ത് വെച്ചതാണ്, അതുകൊണ്ട് തന്നെ ഞാനൊന്ന് നല്ലതുപോലെ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മോശമായ ഇലകളൊക്കെ എടുത്ത് കളയുന്നുണ്ട്, കട്ട് ചെയ്ത് കളയുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലതുപോലെ തുടച്ചെടുക്കണം കേട്ടോ. എനിക്കൊരു ചെറിയ മഴ കിട്ടിയത് കൊണ്ട് എനിക്ക് ആ പണി ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നല്ലതുപോലെ വെള്ളം അടിച്ചിട്ട് കഴുകിയിട്ട് പിറ്റേ ദിവസം വേണം അകത്തെടുത്ത് വെക്കാനായിട്ട്. അപ്പം ഞാനിതൊന്ന് മഴ കിട്ടിയത് കൊണ്ട് ആ ഇലകളൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയൊരു വൃത്തികേടില്ല, പൊടികളൊക്കെ കുറവാണ്. പിന്നെ ചെടിച്ചട്ടിയും അതുപോലെ തന്നെ ഒന്ന് നീറ്റായിട്ട് തുടച്ചെടുക്കണം. കാരണം പ്രാണികളൊക്കെ ഇതിൻ്റെ പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലൊക്കെ മണ്ണൊക്കെ കിടപ്പുണ്ടാവും. അപ്പം നമ്മുടെ ഒരു സേഫ്റ്റിക്ക് നമ്മൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം അകത്തോട്ട് കയറ്റാനായിട്ട്. അപ്പം ഞാൻ ചെടിച്ചട്ടിയുടെ പുറമേ ഒക്കെ മണ്ണൊക്കെ വീണിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ മഴയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ചെറുതായിട്ട് ഈ പൊടി മണ്ണില്ലേ പറ്റിപ്പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇല്ലേ നല്ല നല്ല പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ വെയിലത്തോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണിയും കിട്ടും. അങ്ങനെ പണി കിട്ടിയതാണ് കുറേ ഇലകൾ കരിഞ്ഞു പോയി, പൂവുകൾ കരിഞ്ഞു പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സ്റ്റെയർ ഏരിയ ഇതാണ് കേട്ടോ. അപ്പം ഞാൻ അതിന് മുന്നേ ഉള്ള വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതാണ്. ഈ ഒരു രീതിയിലായിരുന്നു നമ്മൾ പണിതെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചെറിയൊരു പിക്ചർ, നമ്മൾ റെഫറൻസ് പിക്ചർ കാണിച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റെയർ ഏരിയ പണിതെടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ കമ്പി GI പൈപ്പ് അത് വെച്ചിട്ടാണ് പണിതേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ചെറിയൊരു പിക്ചർ നമ്മുടെ ഗൂഗിളിൽ നിന്ന് കിട്ടിയതായിരുന്നു, പിൻട്രസ്റ്റിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ കോൺട്രാക്ട് ചേട്ടനെ കാണിച്ചപ്പോൾ ചേട്ടൻ അതുപോലെ തന്നെ നമുക്ക് പണിത് തന്നു. പിന്നെ GI പൈപ്പ് ആയതുകൊണ്ട് റേറ്റും നല്ല കുറവായിട്ട് തന്നെ നമുക്ക് സ്റ്റെയർ ചെയ്ത് പണിതെടുക്കാൻ പറ്റി. ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ ചെറുതായിട്ടൊരു ടെക്സ്ചർ വർക്ക് കൂടി നമ്മുടെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു GI പൈപ്പിന് നല്ല വുഡൻ ഫിനിഷുള്ള ഒരു കളറാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയില്ല, വുഡൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് വുഡാണെന്നേ തോന്നുള്ളൂ. ആ ഒരു രീതിയിലെ കളറാണ് കൊടുത്തേക്കുന്നത്. നല്ല പോളിഷൊക്കെ ചെയ്ത് നമുക്ക് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാന്റ് താഴെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് പ്ലാന്റ് ഞാൻ ഓൾറെഡി ഇവിടെ വെച്ച കുറച്ച് പ്ലാന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കിന്ന് ഇവിടെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പരിപാടി ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ആ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ച ആദ്യം തന്നെ നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാമെന്ന്. ഒന്ന് അടിച്ച് തുടച്ചെടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊന്ന് സംതൃപ്തി ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാലാണ് ഇവിടെ അടിക്കലും തുടക്കലൊക്കെ ഉണ്ടാവുള്ളൂ, ജസ്റ്റ് അടിച്ച് പോലെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട്, നമ്മുടെ ജനലും എല്ലാം ഒന്ന് തുറന്നിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു കൃഷ്ണനുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ കൃഷ്ണനെ ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു പോട്ടുകളൊക്കെ ഇല്ലേ താഴെയാണ് കേട്ടോ വെക്കുന്നത്. ഇതുപോലെ താഴ്വശത്താണ് കുഞ്ഞു പോട്ടുകൾ വെക്കുന്നത്. അപ്പം നമ്മുടെ കാലൊന്നും തട്ടിയിട്ട് വീണു പോകത്തില്ല, പിന്നെ കാണാനൊരു ഭംഗിയും ഉണ്ടാവും. അപ്പം ഞാനിതേ പ്ലാന്റുകളൊക്കെ എടുത്ത് സിറ്റ് ഔട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്.
അപ്പം നമുക്ക് ആദ്യം മണി പ്ലാന്റും അതുപോലെ കലാത്തിയൊക്കെ ആദ്യം തന്നെ ഫ്രണ്ടിൽ തന്നെ വെക്കാം. അതൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ മണി പ്ലാന്റ് ഒക്കെ കാണുമ്പോൾ. അപ്പോൾ ഇത് നമ്മളെ എൻജോയ് പോത്തോസ് അല്ലേ, ആണോ? എന്നോട് പേര് പറഞ്ഞെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. എൻജോയ് പോത്തോസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഇങ്ങോട്ട് മാറിയപ്പം വെയിലൊക്കെ കൊണ്ട് ആക്കോട് നശിച്ചിന്. നമുക്ക് ഇൻഡോർ പ്ലാന്റുകൾ വളർത്താൻ ഇഷ്ടമുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് നമ്മുടെ മണി പ്ലാന്റ്. കൂടാതെ വേറെ ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്കോണിയം വെറൈറ്റി എല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാം. പിന്നെ ലക്കി ബാമ്പു, ഇതും നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാം. പിന്നെ സ്പൈഡർ പ്ലാന്റ്, അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് പെട്ടെന്നും എളുപ്പത്തിലും ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ. എന്നിട്ട് മതി വില കൊടുത്ത് നല്ല നല്ല പ്ലാന്റുകൾ വാങ്ങിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കൃഷ്ണനെയൊക്കെ അതത് സ്ഥാനത്തോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിവിടെ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കാണിച്ചു കൊടുത്ത പിക്ചർ ഇതായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയത് അതാണ്. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പം നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മുകളിൽ ഇതേ നമ്മൾ മണി പ്ലാന്റ് ആണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അപ്പം മണി പ്ലാന്റ് ഇതുപോലെ ഹാങ് ചെയ്ത് നിർത്തിയേക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും കൂടുതലുണ്ടായിരുന്നു, എല്ലാം കരിഞ്ഞു പോയതാണ്. അപ്പം ആ ഒരു മണി പ്ലാന്റുകൾ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു കമ്പിയുടെ ഒരു വിടവില്ലേ, ആ ഒരു വിടവശം വഴി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് ഹാങ് ചെയ്തിട്ട് കൊടുക്കാം. ശരിക്കും നമ്മൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അങ്ങനെയുള്ള പ്ലാന്റുകളുണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്താൽ മതി. നമുക്ക് കെയറും അധികം കൊടുക്കണ്ട. പക്ഷേ എൻ്റെ അടുത്ത് ഇതൊക്കെ ഉള്ളതുകൊണ്ടും എനിക്ക് ഈ പ്ലാന്റുകളോട് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ മണി പ്ലാന്റൊക്കെ ഈ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം നമ്മളിങ്ങനെ സ്റ്റെയർ കയറി പോകുമ്പോൾ ഒരു ആമസോൺ കാടുകളിലൊക്കെ പോകുന്ന പോലെ ഉണ്ടാവും. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം ഞാനിതേ ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. കറക്റ്റ് ഒന്ന് പൊസിഷനിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തൊട്ടപ്പുറം ഇതുപോലെ തന്നെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. മണി പ്ലാന്റ് തന്നെ, എല്ലാം മണി പ്ലാന്റ് ആണ് കേട്ടോ. ആ ഒരു സൈഡ് മൊത്തം വെച്ചേക്കുന്ന മണി പ്ലാന്റ് ആണ്. ഓരോ വെറൈറ്റിയാണ്. പേരുകളൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. ഇനിയിപ്പോൾ ആർക്കും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് ഇത് കണ്ടുപിടിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഇതേ ഈ ഒരു മണി പ്ലാന്റ് ഇത് വലിയൊരെണ്ണമാണ് കേട്ടോ. നമ്മുടെ ഏഞ്ചൽ പോത്തോസ് അല്ല, എൻജോയ് പോത്തോസാന്ന് തോന്നുന്നു. അല്ല, നിയോണാകുമ്പോൾ നമ്മുടെ ഒരു പച്ച കളറിലേ വരുക. ഈ ഒരു പോത്തോസിന് പേരെന്തായിരുന്നാവോ. അപ്പോൾ ആ പോത്തോസ് ഞാനിത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറേ ഇതുപോലെ ഹാങ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ഗ്യാപ്പ് മുഴുവൻ ഫില്ല് ചെയ്തിട്ട് താഴത്തോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്തിട്ട് കൊടുക്കുന്നത്. കാണാൻ നല്ല ഭംഗിയില്ലേ. എനിക്കെന്തോ കൂട്ടത്തിൽ ഇഷ്ടമായത് അതാണ് കേട്ടോ. ഓരോ ഗ്യാപ്പ് വഴി ഓരോന്ന് താഴത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ സ്റ്റെയർ ഏരിയ മൊത്തം ഒരു കാട് കയറിയിട്ടുണ്ട്. പോത്തോസ് മുഴുവൻ കാട് കയറിയിട്ടുണ്ട് എന്നറിയാം. അപ്പം നമ്മുടെ സ്റ്റെയർ ഏരിയ അടിപൊളിയാക്കി കേട്ടോ. ഇതില്ലേ ഞാൻ കുറേ മുന്നേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. ചേച്ചിക്ക് ഒരു നഴ്സറി ഉണ്ട് നാട്ടിൽ, ഹസ്ബൻഡ് അനിയത്തിക്ക്. അപ്പോൾ അവിടുന്ന് ഫസ്റ്റ് അവർ നഴ്സറി തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 5 വർഷമൊക്കെ ആയി തോന്നുന്നു. ആ സമയത്ത് വാങ്ങിച്ചതായിരുന്നു. അപ്പം അവിടുത്തെ 2 തൈയാണ് ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അകത്ത്. ഇപ്പോൾ അതിൽ നിറച്ചുമായി വന്നിട്ടുണ്ട്. എൻ്റെ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇവിടെ കുറച്ച് വലിയൊരു പ്ലാന്റ് വെക്കാം. അതിനാണ് ഈ ഒരു പോട്ട്. ഇത് ഞാൻ മുന്നേ സെറ്റ് ചെയ്തതായിരുന്നു, ഇപ്പോൾ എടുത്ത് പുറത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെയർ കയറി വരുമ്പം തന്നെ നല്ലൊരു ലുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹാളിൽ നിന്നും നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ലക്കി ബാമ്പാണ് ഇട്ട് എടുക്കുന്നത്. ലക്കി ബാമ്പ് ഏറ്റവും പെട്ടെന്ന് വളർത്തിയെടുക്കാനും പ്രത്യേക കെയറൊന്നും വേണ്ട. ഇതിന് പെട്ടെന്ന് തന്നെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ലക്കി ബാമ്പ്. അപ്പോൾ ആ ലക്കി ബാമ്പ് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പുതിയ നോഡുകൾ വന്ന് അടിപൊളിയായിരിക്കും കാണാനായിട്ട്. അപ്പം അതും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്റ്റെയർ ഏരിയ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഒരു ലുക്ക് എന്ന് പറഞ്ഞ്. ഇനിയിപ്പം നമ്മുടെ കൃഷ്ണൻ്റെ ആ ഒരു താഴ്വശമില്ലേ, അവിടെ ചെറിയൊരു പൊസിഷൻ ഉണ്ട്. അവിടെ നമുക്കിത് ഈ ഒരു പ്ലാന്റ് കൊണ്ടുപോയി വെക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയില്ലേ കാണാൻ. കയറി വരുമ്പം തന്നെ അവിടെ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ അതവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ നമ്മുടെ ഈ ഒരു ജനലിക്കൽ ഇതുപോലൊരു കുഞ്ഞു മണി പ്ലാന്റ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് വൈറ്റ് പോട്ട് കിട്ടിയില്ല. പിന്നെ ഇതൊരു പാമാണ് കേട്ടോ. ഇതും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ആ ഒരു സിസി പ്ലാന്റും ആ ഒരു പാമും അത് ഈ ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പ്ലാന്റും ഇതുപോലെ തന്നെ കുറേ നാളായി എൻ്റെ അടുത്ത്. ഒരു കുഞ്ഞു തൈയായിരുന്നു, അതിപ്പോൾ നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇത് അകത്തായിരുന്നു, ഞാനിപ്പോൾ എടുത്ത് പുറത്ത് വെച്ചാണ് കേട്ടോ. നമ്മുടെ മണി പ്ലാന്റുകളും അതുപോലെ ഇൻഡോർ പ്ലാന്റുകൾ എന്ത് വെക്കുമ്പോൾ നമ്മൾ ഒരാഴ്ച കൂടുമ്പോൾ എന്തായാലും എടുത്ത് പുറത്ത് വെക്കണം. നല്ലതുപോലെ ഇലയൊക്കെ നനച്ച് കൊടുത്ത് നല്ലോണം വെള്ളം ചീറ്റി തന്നെ കഴുകി കൊടുക്കണം. അതിനുശേഷം ഒരാഴ്ച പുറത്ത് വെച്ചതിന് ശേഷമാണ് അകത്ത് വെക്കേണ്ടത്. ഇൻഡോർ പ്ലാന്റുകൾ ആദ്യമായിട്ട് വളർത്തിയെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാം കേട്ടോ. എന്തൊക്കെ കെയർ കൊടുക്കണം, നമ്മൾ ഏതൊക്കെ രീതിയിലാണ് വളർത്തിയെടുക്കേണ്ടതെന്നൊക്കെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കണ്ടൻറ്റ് വേണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ സ്റ്റെയർ ഏരിയ ഇതുപോലൊന്ന് മേക്ക് ഓവറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടമായോ?
അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി വരും. നല്ല ആമസോൺ കാടുകളിൽ പോകുന്ന പോലെ തന്നെ ഇല്ലേ, ഇവിടെ മോള് പറഞ്ഞതാണ് ഒരു കാട്ടിലേക്ക് പോകുന്ന പോലെ ഉണ്ട് അമ്മേന്ന്. അപ്പം ഞാൻ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് മണി പ്ലാന്റുകളൊക്കെ ഇതുപോലൊന്ന് വളർത്തിയെടുത്തത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളത് കുറച്ച് എഫേർട്ട് ഇട്ടിട്ടും കുറച്ച് ടൈം എടുത്ത് ചെയ്യുവാണ്, കാരണം നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.